ഏതൊക്കെ തരം ട്രാക്കുകളാണ് ഇന്നിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ട്രാക്കുകൾ ഒരു 100ഓളം വെറൈറ്റീസ് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ട്രാക്കുകളുണ്ട്. അതിൽ പെട്ടതാണ് നമ്മൾ എം ട്രാക്ക്, സൈലന്റ് ട്രാക്ക്, ജംബോ ട്രാക്ക്, ഡീലക്സ് ട്രാക്ക്. ഡീലക്സ് ഏതാണ്? ഡീലക്സ് ട്രാക്ക് എന്ന് പറയുന്നത് ഇതാണ് ഡീലക്സ് ട്രാക്ക്. ഇപ്പൊ ഡിഫറൻസ് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ആ ഒരു സെക്ഷനിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതായത് ഇതിന്റെ വീതി ജംബോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വീതിയാണ്, ഇത് കുറച്ചുകൂടെ തിന്നായിട്ട് വരുന്നത്. പക്ഷെ വെയിറ്റ് കൂടുതൽ ഡീലക്സിനാണ്. നമ്മുടെ പ്രീമിയം ആയിട്ട് വരുന്നത്. അപ്പൊ റേറ്റ് വൈസ് ഇതിനായിരിക്കും കൂടുതൽ വരിക അല്ലേ? ഓക്കെ. പിന്നെ ആപ്പിൾ ട്രാക്ക് എന്ന് പറയുന്നതാണ് ഇത്. അതെന്താ ഡിഫറൻസ് വരുന്നത്? ഇതിന്റെ ഷേപ്പിലാണ് വരുന്നത്. ഇപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഹാങ് ചെയ്യുന്ന ബ്രാക്കറ്റ് നമുക്ക് പുറത്തുനിന്ന് കാണും. ഓക്കെ. ഇത് ബ്രാക്കറ്റ് ഒന്നും കാണില്ല, എല്ലാം ഹൈഡ് ആയിട്ട്. ഇപ്പൊ നമുക്ക് സീലിംഗിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പില് ഈ ഒരു സെക്ഷൻ മാത്രമേ കാണുള്ളൂ, വേറെ ബ്രാക്കറ്റുകളൊന്നും നമുക്ക് പുറത്തേക്ക് കാണില്ല. പിന്നെ നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലോ, ഒരു പൈപ്പ് വെച്ചിട്ട് പൈപ്പിലോട്ട് നമ്മള് ഹൈലൈറ്റ് കർട്ടൻ, ആ ടൈപ്പ് ഓഫ് കർട്ടൻ. എനിക്ക് ആ ട്രാക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പറ്റും, കാണാനുള്ള ഭംഗിയായിരിക്കും അതിന് കുറവ് വരുന്നുണ്ടാവും അല്ലെ? കാണാൻ ഭംഗി. അതിപ്പോ നമുക്ക് നല്ലൊരു ലെങ്ത് കൂടിയൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് പൈപ്പിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം റൗണ്ട് പൈപ്പ് ആണെങ്കിൽ സെൻട്രല് ഓരോ ബ്രാക്കറ്റുകൾ കൊടുക്കാം. അപ്പൊ ആ സമയത്ത് കേട്ടൻ നീങ്ങുന്നതിനൊക്കെ തടസ്സമാണ്. നേരെ മറിച്ച് ഇതേപോലെ ട്രാക്കുകളാണെന്നുണ്ടെങ്കിൽ 4.5 മീറ്റർ 5 മീറ്റർ വരെ എന്ത് ചെയ്യാം, ഒരു സെൻട്രൽ തടസ്സങ്ങളില്ലാത്ത രൂപത്തിൽ നമുക്ക് നീക്കാനായിട്ട് പറ്റും.